പി ദിവ്യ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ഹാജരായി എന്നാണ് പറയുന്നത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരാകണമെന്ന ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ഇപ്പോൾ പി ദിവ്യ ഹാജരായിരിക്കുന്നത്. സജു ദേവസ്യ, ഗുഡ് മോർണിംഗ്. പറയൂ സജു, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പി ദിവ്യ നിലവിൽ ജാമ്യത്തിലാണ്. കോടതിയുടെ ജാമ്യ വ്യവസ്ഥ പ്രകാരം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ഇതാണ് വ്യവസ്ഥ. കഴിഞ്ഞ തിങ്കളാഴ്ചയും ദിവ്യ ഹാജരായിരുന്നു. ഈ വ്യവസ്ഥ പ്രകാരമാണ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ അല്പസമയം മുൻപ് പി ദിവ്യ ഹാജരായത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിക്ക് മുന്നിലാണ് ഹാജരായത്. ഈ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അന്വേഷണം ഇഴയുന്നു എന്ന പരാതിയടക്കം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ADMനെതിരെ കൈക്കൂലി പരാതി നൽകിയ ആരോപണം ഉന്നയിച്ച ആ പരാതി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകി എന്ന പരാതി പരിഹാര സെല്ലിലേക്ക് നൽകി എന്ന് അവകാശപ്പെട്ട പരാതി വ്യാജമെന്ന ആരോപണം ഉയരുകയും അതിൽ വ്യത്യസ്തമായ ഒപ്പ് 2 രേഖകളിൽ ഇദ്ദേഹത്തിന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. TV പ്രശാന്തനെ വിളിച്ചു വരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം പ്രശാന്തൻ പറഞ്ഞൊരു കാര്യം, തനിക്ക് 2 ഒപ്പുണ്ട്, ആ പരാതി വ്യാജമല്ല എന്ന് വാദിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ വ്യാജമാണെന്ന് പ്രാഥമിക വിലയിരുത്തൽ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണം ഈ ഗൂഢാലോചന ഭാഗം കൂടി അന്വേഷിക്കണം. അതായത് നിലവിൽ ഈ കേസിൽ ഒരു പ്രതിയാണുള്ളത്. ഗൂഢാലോചന ഭാഗം കൂടി അന്വേഷിക്കണമെന്ന ഭാഗം ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദിവ്യ ഇതിനുശേഷം നേരത്തെ 24 പ്രതികരിച്ചിരുന്നു. അതായത് ജാമ്യം കിട്ടിയതിന് തൊട്ടു പിന്നാലെ അവരുടെ ഭാഗത്ത് സത്യമുണ്ട്, അത് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നതായിരുന്നു. അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് അവർ തയ്യാറായില്ല. അല്പസമയത്തിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. പ്രധാനമായും അന്വേഷണ ഉദ്യോഗത്തിന് മുന്നിൽ ഹാജരാവുക. ആ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കൂടുതൽ കാര്യങ്ങളിൽ ക്ലാരിറ്റി തേടണമെങ്കിൽ അതാവാം എന്നതാണ് വ്യവസ്ഥ. 10 മണിക്കും 11 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നിർബന്ധമായും എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണമെന്നതാണ്. ഇനിയിപ്പോൾ ഈ കേസിൽ വളരെ വേഗത്തിൽ കുറ്റപത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഗൂഢാലോചന ഭാഗം കൂടി അന്വേഷണ സംഘം ഈ കേസിന്റെ ഭാഗമാക്കുമോ, അങ്ങനെ ഒരു അന്വേഷണം കൂടി ഉണ്ടാകുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നവീൻ ബാബുവിന്റെ കുടുംബം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം, ഇതിന്റെ ഗൂഢാലോചന ഭാഗം അന്വേഷിക്കണം. ADMനെ കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ പരിശ്രമം ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായി. അതുകൊണ്ടാണ് രേഖാമൂലം നൽകാത്ത പരാതിയിന്മേൽ വിജിലൻസ് ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി എന്നൊരു കഥയുണ്ടായത്. അത് എങ്ങനെയാണ് സംഭവിച്ചത് സംബന്ധിച്ച് വിശദമായ പരിശോധന വേണം എന്നൊരാവശ്യം ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. 90 ദിവസത്തിനകം കുറ്റപത്രത്തിലേക്ക് പോകും എന്നാണ് അന്വേഷണ സംഘം നേരത്തെ അവർ അനൌദ്യോഗികമായി പറഞ്ഞൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രതി എന്നതിൽ മാത്രം നിൽക്കുമോ, അതല്ലാതെ മറ്റൊരു കേസ് കൂടി, അതായത് കൈക്കൂലി ആരോപണം കേന്ദ്രീകരിച്ചുള്ള അതിൽ വ്യാജ പരാതി ഉന്നയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായി അന്വേഷണം ഉണ്ടാകുമോ, ഗൂഢാലോചന എന്നത് കുറ്റപത്രത്തിന്റെ ഭാഗമാകുമോ എന്നതടക്കം ശ്രദ്ധേയമാണ്. ഏതായാലും നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ദിവ്യ അല്പസമയം മുൻപ് കണ്ണൂർ ടൗൺ വിവരങ്ങൾ നൽകിയത്. പി ദിവ്യ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ജാമ്യവ്യവസ്ഥയുടെ ഭാഗം അന്നുണ്ടായിരുന്ന ജാമ്യവ്യവസ്ഥയുടെ ഒരു കണ്ടീഷനായിരുന്നു അത്. ആ കണ്ടീഷൻ അടിസ്ഥാനത്തിലാണ് അവരെ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണമെന്നുള്ളത്. അതനുസരിച്ച് അവരിന്ന് ഹാജരായി എന്നാണ് തന്നെ സജു ദേവസ്യ റിപ്പോർട്ട് ചെയ്തത്.